ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചീർപ്പ് വെച്ച് സിമ്പിൾ ട്രിക്കിലൂടെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറുകളാണ്. ഗ്രീൻ കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ചീർപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പെയിന്റ് ആക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ടിഷ്യൂ പേപ്പർ തന്നെ വേണം എന്നൊന്നുമില്ല, നമുക്ക് കളർ പേപ്പറിലും ചെയ്തെടുക്കാം. ഇന്ന് നമ്മളൊരു കുഞ്ഞ് പേപ്പർ പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തു. ഇതുപോലെ കുറേ എണ്ണം നമുക്ക് ടിഷ്യൂ പേപ്പറിൽ പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ വീണ്ടും ചീർപ്പിൽ പെയിന്റ് ചെയ്ത് കൊടുത്ത് ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കുറേ എണ്ണം നമ്മൾ പെയിന്റ് ചെയ്തെടുത്തു. ഇനി നമ്മളത് ഓരോന്നിലും ബ്രഷ് വെച്ച് ഇലകളുടെ വെയിൻസ് ഒന്ന് പെയിന്റ് ചെയ്ത് എടുക്കുകയാണ്. ഇതിൽ ഓരോന്നിലും ഇലകളുടെ വെയിൻസ് എല്ലാം പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. ഒരെണ്ണത്തിൽ നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളതിലെല്ലാം നമുക്ക് ഇലകളുടെ വെയിൻസ് ഒക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റി വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ എല്ലാത്തിലും ഇലകളുടെ വെയിൻസ് ഒക്കെ പെയിന്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അത് ഓരോന്നും ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്ക് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തതുപോലെ നമുക്ക് എല്ലാതും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണേ. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ ഇലകളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. തണ്ടുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ വെച്ചും വേണമെങ്കിൽ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ടാണ് തണ്ടുകൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കളർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ വെച്ച് തന്നെ ഇതുപോലെ തണ്ടുകൾ ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും നമ്മളിവിടെ റോൾ ചെയ്തെടുത്തു. ഇനി നമുക്കത് ഓരോന്നും ഇലകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളത് ഓരോന്നും ഇലകളുടെ താഴെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ്. തണ്ട് അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇലകളിലേക്കും നമുക്ക് തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ എല്ലാ ഇലകളിലും തണ്ടുകളെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ഇലകളും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ ഇലകളും ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ താഴെയായിട്ട് ഗ്രീൻ കളർ പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ഇലകളും ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞ് പേപ്പർ പ്ലാന്റ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്കാണ് നമ്മുടെ കുഞ്ഞ് പേപ്പർ പ്ലാന്റിന് വെച്ച് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ പേപ്പർ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.